എനിക്ക് ഒരു 3 മിനിറ്റിൽ നോമ്പ് തുറക്കാനുണ്ട്, അത്രയേ ഉള്ളൂ. ഇതെന്താണ് ഹെലികോപ്റ്ററൊക്കെ പോകുന്നു? കൊച്ചിയിലെ ഫ്ലാറ്റിൽ വന്നു. ഉമ്മായും പാപ്പായും കുറച്ച് മാറിയിട്ടായിരുന്നു. അതെ, ഇത് ക്യാമറയാ, ഇത്തിരി പോലുള്ള സാധനം. റൂംസ് സ്പെയർ റൂമിൽ എത്രയാണ് ബാക്കി ലാൻഡ് ലോഡ്സ്. സോ ഇവിടെ നിന്നുള്ള ഈ ബെഡ്റൂം ഇവർ ലിവിങ് റൂമായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുവരെ വെച്ച് നോക്കിയാൽ എല്ലാം പോസിറ്റീവാണ്, കുഴപ്പമില്ല. ബിൽസ് ഇൻക്ലൂഡഡ് അല്ലല്ലോ അല്ലേ? മനസ്സിലായി. ഈ ഷോപ്സൊക്കെ എത്ര ദൂരമുണ്ട് ഇവിടുന്ന്? ജ്യൂസിന് എന്തോ ഒരു പേര് പറഞ്ഞു, ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഉറപ്പുവരുത്തണം ഈ ഒരു മിഡ് ടേം ആയിട്ട് കൂടാതെ നമുക്ക് എയർബിഎൻബി എന്ന് പറയുമ്പോൾ ഒന്നും കൂടെ ഷോർട്ടർ സ്റ്റേസ് ആണല്ലോ. അപ്പോൾ ആ രീതിയിലും ബുക്കിങ്സ് വരുന്നുണ്ടായിരുന്നോ എന്നൊന്ന് ഉറപ്പ് വരുത്തണം നമുക്ക്. അപ്പോൾ പ്രോപ്പർട്ടി അങ്ങനെയാണെങ്കിൽ ഓൾറെഡി എയർബിഎൻബി കണ്ടീഷൻ ആയിരിക്കുമല്ലോ, ചെയ്യാനൊന്നും കാണത്തില്ലല്ലോ. എനിക്ക് ലോഡാവുന്നില്ല, അത് ഭയങ്കര വീക്ക് കണക്ഷൻ. അതെ അതെ, ആ ഹാ, മനസ്സിലായി. ആ ഓക്കെ. അപ്പോൾ നമുക്കിപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു റെൻ്റ് എത്രയായിരുന്നു ലാൻഡ് ലോഡിന് കൊടുക്കുന്ന? ഓക്കെ, എത്ര ബെഡ്റൂം ആയിരുന്നു? 4 ബെഡ്റൂം ഉണ്ടല്ലേ? ഓക്കെ, ആ ഹാ. അപ്പോൾ അതും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണോ 4 എന്ന് പറഞ്ഞത്? ഓക്കെ, പോസ്റ്റ് കോഡ് ആദ്യത്തെ 3 ലെറ്റർ എന്താണ്? CV? CV 1 ആണോ? അപ്പം ഓക്കെ, അപ്പോൾ ഇതുവരെ വെച്ച് നോക്കിയാൽ എല്ലാം പോസിറ്റീവാണ്, കുഴപ്പമില്ല. ബിൽസ് ഇൻക്ലൂഡഡ് അല്ലല്ലോ അല്ലേ? കൗൺസിൽ ടാക്സും ഇൻക്ലൂഡ് ചെയ്തിട്ടോ? 2400 2400. ഓക്കെ 200 പെർ മന്ത്. ശരിയാ, അത് ഇലക്ട്രിസിറ്റിയും ഗ്യാസും വെള്ളവും. ഓക്കെ, 200 കൗൺസിൽ ടാക്സ്. ഫ്ലാറ്റായിരുന്നു, വീടല്ലേ ഇത്? മനസ്സിലായി. മിഡ് ടെറസ്ഡ് ഹൗസ്. അപ്പം ഓക്കെ, മനസ്സിലായി. ഈ ഷോപ്സൊക്കെ എത്ര ദൂരമുണ്ട് ഇവിടുന്ന്? ഓക്കെ, നമുക്ക് ഇതെന്തായാലും HMO ആയിട്ട് വർക്കാവുന്നു എന്ന് അറിയാമല്ലോ. നമുക്ക് സ്പെയർ റൂമിൽ പോവുക, ഈ പോസ്റ്റ് കോഡ് ടൈപ്പ് ചെയ്യുക, സീ ഹൗ മച്ച് റൂംസ് ആർ അവൈലബിൾ, ഓൾസോ സീ ഹൗ മച്ച് പീപ്പിൾ ആർ ലുക്കിംഗ് ഫോർ റൂംസ്. അത് രണ്ടും നോക്കുമ്പം ഒരു റഫ് ഐഡിയ കിട്ടും. അത് കഴിഞ്ഞിട്ട് നമ്മളെ റൂമിൻ്റെ വലിപ്പത്തിൽ ആ സെയിം ആയിട്ടുള്ള ഓൺ സ്വീറ്റ് ആണെങ്കിൽ ഓൺ സ്വീറ്റ്, ജസ്റ്റ് ഡബിൾ ബെഡ്റൂം ആണെങ്കിൽ അങ്ങനെ, ആ റൂംസ് സ്പെയർ റൂമിൽ എത്രയാണ് ബാക്കി ലാൻഡ് ലോഡ്സ് ചാർജ് ചെയ്യുന്നതെന്ന് കൂടെ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും, ഓക്കെ ഒരു ഡബിൾ ബെഡ്റൂം ദേ ആർ ചാർജിങ് ഒരു 550 pounds. അപ്പം നമുക്ക് അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാം. നമ്മളെ റൂമിൻ്റെ വലിപ്പം അനുസരിച്ച് കുറച്ച് റെൻറ്റ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. എന്നിട്ട് നമുക്ക് ടോട്ടൽ മേ ബി വിൽ ബി മേക്കിംഗ് ഒരു 2200 അങ്ങനെ എന്തെങ്കിലും. അതിൽ നിന്ന് ലാൻഡ് ലോഡിൻ്റെ റെൻറ്റ് 1300 എത്രയെന്ന് വെച്ചാൽ
അതും കുറച്ച് ബിൽസും കുറച്ച് കഴിയുമ്പോൾ ബാക്കി നമുക്ക് എത്ര കിട്ടുന്ന ഒരു റഫ് ഐഡിയ കിട്ടും. മനസ്സിലായില്ലേ? അപ്പോൾ ആ ബാക്കി വരുന്ന പ്രോഫിറ്റ് വെച്ചിട്ട് എനിക്ക് മാർക്കറ്റ് ചെയ്ത് നമുക്കത് സോഴ്സ് ചെയ്യാം ഈ ഒരു 3000 പൗണ്ടിൻ്റെ വെള്ളം. അപ്പം അതും ഒരു ഓപ്ഷനാണ്. ഇപ്പം റീസെൻ്റ്ലി ഫോർ സം റീസൺ കൂടുതലും ആൾക്കാർ എൻ്റെ അടുത്ത് അപ്രോച്ച് ചെയ്യുന്നത് HMOയ്ക്കാണ് സോഴ്സ് ചെയ്യാനായിട്ട്, Airbnb അല്ല. എന്നാലും നമുക്ക് രണ്ടിൻ്റെയും മാർക്കറ്റ് നോക്കി നോക്കാം. എന്നിട്ട് ഒരു സ്ട്രാറ്റജി നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നതും പിന്നെ എക്സിറ്റ് പ്ലാനായിട്ട് മറ്റേ സ്ട്രാറ്റജി നമുക്ക് റെക്കമെൻഡ് ചെയ്യാം ഇൻവെസ്റ്ററിൻ്റെ അടുത്ത്. സോ ഒന്ന് വേണ്ടാന്നുണ്ടെങ്കിൽ മറ്റേത് എടുക്കുന്ന രീതിയിൽ അതാണ് കാണിക്കാം. അപ്പോൾ ഇതിപ്പം നമുക്ക് ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എസ്സേയുടെ കാര്യത്തിൽ തീരുമാനം. HMO ഇപ്പം ഷെഫീഖിന് സ്വന്തമായിട്ട് ഇപ്പോൾ നോക്കാമെന്നുള്ളൂ, വെരി ഈസി. അത് ഞാൻ HMO നോക്കാം. അത് ഞാൻ പറഞ്ഞത് മനസ്സിലായിരുന്നു എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് സ്പെയർ റൂമിൽ അറിയാവുന്നതല്ലേ? ആണോ? അപ്പം റൂംസ് അവൈലബിൾ എത്ര ആയിരുന്നു? ആണോ? അപ്പോൾ റൂംസ് അവൈലബിൾ കുറവായിരുന്നല്ലേ? അപ്പം റൂംസ് വാണ്ടഡ് കുറവായിരുന്നു. ഓക്കെ ഓക്കെ. എന്നാലും ആ റേഷ്യോ എന്തായിരുന്നു ഏകദേശം? എനിക്ക് ഒരു 3 മിനിറ്റിൽ നോമ്പ് തുറക്കാനുണ്ട്, അത്രേ ഉള്ളൂ. അപ്പം അല്ലെങ്കിൽ പോസ്റ്റ് കോഡ് സ്പെയർ റൂമിൽ പെട്ടെന്ന് അടിച്ച് നോക്കിയാൽ CV1 എക്സാക്റ്റ് ആയിട്ട് പോസ്റ്റ് കോഡ് അടിക്കണം എന്നില്ല. ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് എനിക്ക് നെറ്റ് വരുന്നത് നോക്കട്ടെ. CV1 there are 270 rooms available. Let's see how many people are looking for rooms. CV1 227. അയ്യോ, അത് പ്രശ്നമാണല്ലോ. അല്ല, 227 people are looking for rooms, 270 rooms available. അത് നല്ല കാര്യമല്ലേ? കുഴപ്പമില്ലല്ലോ, വലിയ കുഴപ്പമില്ല. കാരണം നമുക്ക് റൂംസ് അവൈലബിൾ അത്രയും ആൾക്കാർ തന്നെ റൂംസ് നോക്കുന്നുണ്ട്. പക്ഷെ നല്ല ഡിമാൻഡില്ല, എന്നാലും കുഴപ്പമില്ല. ആൾക്കാർ അതെ 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 കുഴപ്പമില്ല, അത്ര നല്ലതല്ല. എന്നാലും നമുക്ക് എനിവേ എസ്സേ നമുക്ക് നോക്കി നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ജമ്പ് ചെയ്ത് നോക്കാം, കമ്പയർ ചെയ്യാം. വേറൊരു കാര്യം ചോദിച്ചു, എപ്പോഴാണ് എടുക്കാന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് എപ്പോഴാണ് വേണ്ടിയില്ല ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് പെട്ടെന്ന് വേണം, എല്ലാം റെഡി ആവുകയാണെങ്കിൽ ഞാൻ ഡിസ്കസ് ചെയ്തിട്ട് എല്ലാം റെഡി ആവുകയാണെങ്കിൽ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തെങ്കിലും ടൈം തരാൻ പറ്റുമെന്ന് വെച്ചാൽ എന്തെങ്കിലും ഫർണിഷ് ചെയ്യാൻ കാര്യങ്ങളൊക്കെ. അപ്പോൾ അവർ പറഞ്ഞു ടൈം വൺസ് വി ഗിവ് യു ഇറ്റ്സ് യോർസ്, യു ക്യാൻ ഡു എനിത്തിങ് എന്ന് പറഞ്ഞു. ബിഫോർ ദാറ്റ് ഐ വോണ്ട് ഗിവ് ടൈം. ഓക്കെ. അപ്പോൾ ബിഫോർ ദാറ്റ് അല്ല, നമ്മൾ യൂഷ്വലി ചെയ്യുന്നത് കോൺട്രാക്ട് സൈൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം. അതെ അതെ ടൈം. അപ്പോൾ അതിപ്പോൾ അവർക്ക് തരാൻ വയ്യ എന്നാണ് അതിനർത്ഥം. കുഴപ്പമില്ല, നമുക്ക് ഫസ്റ്റ്ലി നമുക്ക് ഈ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് ചോദിച്ച് നോക്കി നോക്ക്. നമുക്ക് ഓക്കെ ആവുന്നോ നോക്കിയിട്ട് നമുക്ക് ഓക്കെ ആണെങ്കിൽ എത്രയും പെട്ടെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഡബിൾ ചെക്ക് ചെയ്യാം. ആ ചാർട്ടൊന്ന് ഫില്ല് ചെയ്യാനുണ്ട് കേട്ടോ. കാരണം അത് ഫില്ല് ചെയ്യുമ്പോഴേ നമുക്ക് ചാർട്ട് നമ്മൾ റിസോഴ്സസിനകത്ത് നമ്മളെ പ്ലാറ്റ്ഫോമിൽ തന്നെ ആ വീഡിയോസിൽ ഏറ്റവും താഴെ റിസോഴ്സസ് ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യാൻ നേരത്തെ അതിനകത്ത് റെൻറ്റ് ടു റെൻറ്റ് ഡ്യൂ ഡിലിജൻസ് പാക്ക് ഉണ്ട്. അതിനകത്ത് SA ഉണ്ട്, HMO ഉണ്ട്. അതിൽ ഏതാ ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് ക്ലിക്ക് ചെയ്തിട്ട് അതിനകത്ത് അത് ഫില്ല് ചെയ്യാൻ നേരത്തെ അതിൽ കാണിക്കും നമുക്ക് 50% ഒക്യുപ്പൻസിയിൽ ഈ പ്രോപ്പർട്ടി ബ്രേക്ക് ഈവൻ ആവുന്നു. അതായത് ഒരു മാസത്തിൽ 15 ദിവസം ബുക്കിംഗ് ആണെങ്കിലും ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് നമുക്ക് പ്രോഫിറ്റ് വരുമോ അതോ പ്രോഫിറ്റ് ഒന്നുമില്ലേ അതോ ലോസ് ആണോ എന്ന് കാണിക്കും. അപ്പോൾ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് 15 ദിവസം ബുക്കിംഗ് കിട്ടുവാണെങ്കിൽ നമ്മൾ നഷ്ടത്തിലാവരുത്, അത്രയേ ഉള്ളൂ. പ്രോഫിറ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, നഷ്ടത്തിലാവരുത്. അപ്പോൾ അതാണ് നമുക്കിപ്പോൾ മെയിൻലി അറിയേണ്ടത്. നമുക്ക് ആവറേജ് നൈറ്റ്ലി പ്രൈസ് എല്ലാം ഇട്ട് കഴിയുമ്പം ഓട്ടോമാറ്റിക്കലി അതിനകത്ത് കാണിക്കും ഈ പറഞ്ഞ 15 ദിവസം ബുക്കിംഗ് ആണെങ്കിൽ പ്രോപ്പർട്ടി പ്രോഫിറ്റബിൾ ആണോ ലോസ് ആണോ എന്നെല്ലാം കാണിക്കും. അപ്പോൾ അത് ലോസ് അല്ല എന്നാണെങ്കിൽ കുഴപ്പമില്ല, വി ക്യാൻ പ്രൊസീഡ്, നമുക്കത് സോഴ്സ് ചെയ്യാൻ പറ്റും. പിന്നെ ഇൻ മോസ്റ്റ് ഓഫ് സിനാരിയോസ് ചെറിയ ലോസ് ആയിരിക്കും. അങ്ങനെയുള്ളപ്പം നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങൾ തന്നെ എടുക്കാനാണ്. കാരണം നിങ്ങൾ തന്നെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ സോഴ്സിങ് ഫീ ഇല്ലല്ലോ, കാരണം നമ്മൾ തന്നെയല്ലേ എടുക്കുന്ന. അപ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി ROI കൂടും. അപ്പോൾ നമുക്ക് ഈ ലോസ് വരത്തില്ല, പ്രോഫിറ്റബിൾ ആയിട്ട് മാറും ഓട്ടോമാറ്റിക്കലി. മനസ്സിലായില്ലേ? അപ്പോൾ സോഴ്സ് ചെയ്യാൻ നേരത്തെ ഷുഡ് ബി എ വെരി ഗുഡ് പ്രോപ്പർട്ടി. അങ്ങനത്തെ ഒരു
കണ്ടീഷൻ വരും. ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്യാൻ നേരത്തെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, നമുക്കപ്പോൾ തന്നെ സോർട്ട് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് ചോദിച്ചു നോക്കി നോക്കുക കേട്ടോ. അത് ആൻസർ കിട്ടിയാൽ നമുക്ക് വെരി ഈസി, വലിയ ടെൻഷനൊന്നും ഇല്ലാതെ നമുക്ക് എടുക്കാൻ പറ്റും. ഇവർ അത്രയും നല്ലത്. അപ്പം നമുക്ക് ഒന്നായില്ലെങ്കിൽ നമ്മളെ ക്രൈറ്റീരിയ ഫിറ്റാകുന്ന വേറെ ഏതെങ്കിലും തപ്പി പിടിച്ചെടുത്താൽ മതി നമുക്ക്. അത് എനിക്ക് മോസ്റ്റ് ലൈക്ലി അയാൾ ഈ കഴിഞ്ഞ 6 മാസത്തെ കോൺട്രാക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ആയിരിക്കും പറയാൻ പോകുന്നത്. നമുക്ക് വേണ്ടത് ഷോർട്ട് ടേം ലെറ്റിൻ്റെ ഫിഗേഴ്സാണ്, വിച്ച് മീൻസ് 6 മാസം മുന്നേലത്തെ ബുക്കിങ്ങിൻ്റെ കാര്യം നമുക്ക് അറിയേണ്ടത്. ഈ 6 മാസത്തത് അയാൾക്ക് പറയാൻ കുഴപ്പമില്ലാന്നുണ്ടെങ്കിൽ ചോദിച്ചോ, അയാൾക്ക് എത്ര പ്രോഫിറ്റ് വന്നെന്നൊക്കെ. അത്ര ഡയറക്റ്റ്ലി മുഖത്ത് പോയി ചോദിക്കേണ്ടതെന്നേ ഉള്ളൂ. അപ്പോൾ ഓക്കെ ഓക്കെ. ഏറ്റവും താഴെ റൂം 20 പൗണ്ട് പെർ നൈറ്റിന് കൊടുത്തു. സിംഗിൾ റൂം ഉണ്ട്, ചെറിയ താഴെ. ഓ, അവർ ഓരോന്നോരോന്നായിട്ട് കൊടുക്കുമായിരുന്നു റൂം? അങ്ങനെ എസ് ആയിട്ട് നടത്തിയിട്ടുണ്ട്, അല്ലാണ്ട് നടത്തിയെന്ന് പറഞ്ഞു, 2 രീതിയിൽ നടത്തിയിരുന്നു. ഓക്കെ, ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് എസ് ആയിട്ട് റൺ ചെയ്യുമ്പോൾ ഹോൾ പ്രോപ്പർട്ടി ഒന്നിച്ച് കൊടുക്കാനാണ്. നമ്മൾ റൂം ബൈ റൂമായിട്ട് കൊടുക്കുന്നതിന് പകരം. അപ്പം രണ്ടും ട്രൈ ചെയ്യാം. എനിവേ നമുക്ക് CV1 ഓൾറെഡി ഒരാൾ ചെയ്യുന്നുണ്ട്, CV1 CV2. പുള്ളിയുടെ പ്രോപ്പർട്ടി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു നോക്കാം. പുള്ളി കുറച്ച് കാലമായിട്ട് നാട്ടിലെന്തോ ആണെന്ന് തോന്നുന്നു, ജിതിൻ എന്നാ പേര്, ജിതിൻ. അപ്പോൾ പുള്ളിയുടെ പ്രോപ്പർട്ടി എങ്ങനെ പെർഫോം ചെയ്യുന്നതെന്ന് ചോദിച്ചു നോക്കാം നമുക്ക്. അപ്പം നമുക്കൊരു ഐഡിയ അതെ, അതാണ് അത്. നമ്മൾ എസ് എ ആയിട്ട് അല്ല, ഇത് നമ്മൾ സോഴ്സ് ചെയ്യുമ്പോഴല്ല, നമ്മൾ തന്നെ എടുക്കുവാണെങ്കിൽ സോഴ്സ് ചെയ്യാൻ നേരത്ത് നമ്മളല്ല കൊടുക്കുന്ന, ഇൻവെസ്റ്ററാണ് കൊടുക്കുന്ന. അതെ അതെ അതെ. അപ്പം ആ ഒരു സിനാരിയോ നമ്മൾ ഓൾറെഡി ഇൻവെസ്റ്റർ അടുത്ത് പറയും. എപ്പോഴും ഫസ്റ്റ് 3 months അപ്പ് ഫ്രണ്ട് റെൻറ്റ് കൈ കരുതിയിരിക്കണം സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. കാരണം അതൊന്ന് ആ ബുക്കിംഗ് ഒന്ന് പിക്കപ്പ് ചെയ്ത് വരണമല്ലോ. ആദ്യമേ നമ്മൾ ഇട്ട ഉടൻ തന്നെ ലിസ്റ്റിംഗ് ടോപ്പിലായിട്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്യില്ല. കാരണം ചില ആൾക്കാർ റിവ്യൂ ഒക്കെ നോക്കിയിട്ടാണ് എടുക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പം ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് ചോദിച്ചു നോക്കി ആൻഡ് ദെൻ വിൽ സി എങ്ങനെയുണ്ടെന്ന്. പക്ഷേ എനിവേ ആളെ കൈവിടണ്ട, കാരണം ദെവ് ഗോട്ട് അതർ പ്രോപ്പർട്ടീസ് എനിവേ, അത്രയും നല്ലത്. ഓക്കെ 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 ഓക്കെ. അതെ അതെ, ഞാൻ പോയി തുറക്കട്ടെ എന്നാ. ഓക്കെ ശരി ശരി ശരി. ഓക്കെ, അസ്സലാമു അലൈക്കും. ബൈ. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഒരു ക്ലബ് മെമ്പറായിട്ടുള്ള കോളായിരുന്നു. ഇത് നേരത്തെ ഓർഗനൈസ് ചെയ്ത കോളൊന്നുമല്ല, എന്നാലും പുള്ളിക്ക് പെട്ടെന്നൊരു പ്രോപ്പർട്ടി റെഡിയായി. ഒരു ഏജൻറ്റ് കമ്പനി ലെറ്റ് അക്സെപ്റ്റ് ചെയ്തു. കമ്പനി ലെറ്റ് എന്ന് വെച്ചാൽ പുള്ളി ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു. പുള്ളി ഡോക്ടറാണ്. അപ്പോൾ പുള്ളിയുടെ പേരിലൊരു കമ്പനി ഞാൻ സ്റ്റാർട്ട് ചെയ്യിപ്പിച്ചു. എന്നിട്ട് ആ കമ്പനിയുടെ അണ്ടറിൽ പ്രോപ്പർട്ടീസ് നമ്മളെടുത്തിട്ട് നമ്മളത് സബ്ലെറ്റ് ചെയ്യും. ആൻഡ് ദെൻ വി മേക്ക് അറൗണ്ട് ഒരു 500-600 പൗണ്ടൊക്കെ പ്രോഫിറ്റ് പെർ മന്ത് ഓൺ ആവറേജ്. എല്ലാ മാസവും കറക്റ്റായിട്ടല്ല, ഓൺ ആവറേജ്. അപ്പോൾ അതാണ് പ്ലാൻ ചെയ്തത്. ഞാൻ വീട് ആംഗിളിലായിരുന്നു. അപ്പോൾ കോള് വന്ന് ബിസിയായിപ്പോയി. അതുകൊണ്ടാണ് ക്യാമറ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കണ്ടൻ്റ് എടുത്തത്. സോ കോള് നിങ്ങൾ മൊത്തം കേട്ടു എന്ന് വിചാരിക്കുന്നു. ഐ ഹോപ്പ് ദാറ്റ് ഹെൽപ്ഡ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻസിൽ ചോദിച്ചാൽ മതി, ഞാൻ ക്ലിയർ ആക്കി തരാം. സോ വി ആർ ഗോണ ട്രാവൽ. വി ആർ ഗോയിങ്. നാളെ ട്രാവലിംഗ് ഉണ്ട്. അത് കഴിഞ്ഞ് മുകളിൽ കാണോ? 7C ആണോ? ഞാൻ തന്നെയാണ്. ഓ, ഒരു മിനിറ്റ്. പേയ്മെൻറ്റ് ചെയ്തായിരുന്നോ? ഓ, താങ്ക് യു. ഓക്കെ, അപ്പം നമുക്ക് നാളെ ട്രാവലിംഗ് ഉണ്ട്. വി ആർ ഗോയിങ് ടു, പറയുന്നില്ല, നിങ്ങൾ വീഡിയോ കണ്ടോ? നിങ്ങൾ പിന്നെ തമ്മിലും എല്ലാം കണ്ട് മനസ്സിലാക്കുമല്ലോ. എന്നാലും ഓക്കെ. അപ്പം ബാക്കി നമ്മൾ പോയ സ്ഥലത്തെത്തിയതിന് ശേഷമുള്ള അപ്ഡേറ്റ്സ്. ഞാൻ ഒരു ചെരുപ്പൊക്കെ ഇട്ട് ഇറങ്ങിയതാണ്. ഇന്നൊരു ക്ലബ് മെമ്പറിൻ്റെ ഫോൺ കോള്, അല്ല ആക്ച്വലി 2 ക്ലബ് മെമ്പേഴ്സിൻ്റെ ഫോൺ കോള്. ആൻഡ് ദെൻ ഒരു ക്ലബ് മെമ്പർ നേരിട്ട് വന്നു, കൊച്ചിയിലുണ്ടായിരുന്നു. അങ്ങനെ പുള്ളി നാട്ടിലെത്തിയപ്പോൾ ഡയറക്റ്റ് പുള്ളിയായിട്ടൊരു മീറ്റിംഗ്. അപ്പം അത്രയും പണിയുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഞാൻ നോമ്പ് കൂടെയായിരുന്നു. അപ്പോൾ കഴിക്കാനാണ് ഫുഡ് വാങ്ങിച്ചത്. സോ ജസ്റ്റ് ഗോണ ഗോ ആൻഡ് ബ്രേക്ക് മൈ ഫാസ്റ്റ് ബാക്ക് ഇൻ ദ ഫ്ലാറ്റ് ആൻഡ് ദെൻ ഐ വിൽ സീ യു ആഫ്റ്റർ ബ്രേക്കിംഗ് ഫാസ്റ്റ്. كانت بداية حتى النهاية في
ഓക്കെ, വീട്ടിൽ നിന്ന് ഇറങ്ങി ലഗേജെല്ലാം വണ്ടിക്കകത്തിരിക്കുകയായിരുന്നു. വണ്ടിയിൽ നിന്ന് എടുത്ത് ടാക്സിക്കകത്തേക്ക് വെച്ച് കഴിഞ്ഞ് കയ്യിലെല്ലാം കൂടെ പോക്കറ്റൊന്നും ഇല്ലല്ലോ, ഈ ഉടുപ്പല്ലേ ഇട്ടേക്കുന്നത്. അത് കാരണം ഫോണ്, ഈ യൂസ് ചെയ്യുന്ന DJI മൈക്ക്, ഒരു ചെറിയൊരു ബെൽറ്റ് പോലും സാധനമുണ്ട്, അതിനകത്ത് കുറച്ച് സ്പേസേ ഉള്ളൂ, എല്ലാം കൂടെ കയറുന്നില്ല. അങ്ങനെ പെട്ടി ഇതെല്ലാം കൂടെ പിടിച്ചേക്കുന്നുണ്ട്, റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. ഇതെന്താണ് ഹെലികോപ്റ്ററൊക്കെ പോകുന്നു? ഞാൻ വിചാരിച്ച എയർപോർട്ടിൽ ഹെലികോപ്റ്റർ പറത്താൻ പെർമിഷൻ ഇല്ലയെന്ന് വിചാരിച്ച റൺവേയുടെ മുകളിൽ കൂടെ ഹെലികോപ്റ്ററൊക്കെ പോകുന്നുണ്ട്. ഓക്കെ, അങ്ങനെ പെട്ടിയെല്ലാം എടുത്ത് ടാക്സിയിൽ വെച്ചു. ടാക്സി ഒരു 7 സീറ്ററാണ് വിളിച്ചത്. ഊബറിൽ കൂടെ ബുക്ക് ചെയ്തതാണ് ടാക്സി. അങ്ങനെ ഒരു മാരുതി സുസുക്കി എർട്ടിഗ വന്നു. എല്ലാം ഫിറ്റായി. ലക്കിലി പെട്ടിയെല്ലാം കൂടെ കുറേ ഉണ്ട്. എനിക്കറിയില്ല പെണ്ണുങ്ങളെല്ലാം കൂടെ പെട്ടി എടുത്തുകൊണ്ട് എങ്ങോട്ടാണ് പോകുന്നത്. എനിക്കാകെയുള്ളതൊരു പെട്ടിയാണ്. ഐ ഗെസ് ഇറ്റ്സ് ദ സെയിം എവരിവെയർ. അങ്ങനെ എയർപോർട്ടിലെത്തി. എയർപോർട്ടിൽ നിന്ന് ഈസി ആയിരുന്നു. ചെക്ക് ഇൻ ബോർഡിംഗ് പാസ് കിട്ടാനൊന്നും ഡിലേ ഒന്നുമില്ല, നേരെ കയറിപ്പോയി. അവിടുന്ന് അത് കഴിഞ്ഞ് ഇമിഗ്രേഷനിലും തിരക്കുണ്ടായിരുന്നു. നമ്മളെ ക്യൂ കുഴപ്പമില്ലായിരുന്നു. അതും കഴിഞ്ഞ് ഇമിഗ്രേഷൻ കഴിഞ്ഞ് സെക്യൂരിറ്റി ഭയങ്കര വലിയ ക്യൂ. അപ്പോൾ അവിടെ എക്കണോമിക് ബിസിനസ്സൊന്നുമില്ല. പക്ഷേ നമ്മളെ കയ്യിൽ നമ്മളെ മോളുണ്ടായിരുന്നുകൊണ്ട് നമുക്ക് ക്യൂ ഒന്നുമില്ല, നേരെ കയറ്റിയും കിട്ടും. പക്ഷേ ഉമ്മായും പാപ്പായും കുറച്ച് മാറിയിട്ടായിരുന്നു. അത് കാരണം അവർ ഫുൾ ക്യൂവിൽ നിൽക്കേണ്ടി വന്നു. അപ്പോൾ ഞങ്ങൾ നേരത്തെ കയറി പോയെങ്കിലും അവിടെ ചെന്നിട്ട് ലാസ്റ്റ് അവിടെ വെയിറ്റ് ചെയ്തു അവർ വരാനായിട്ട്. അങ്ങനെ ഇപ്പോൾ കയറി നമുക്കിവിടെ ഒരു ലോഞ്ച് ആക്സസ് ഉണ്ട്, അങ്ങോട്ടേക്ക് വന്നു. എന്നിട്ട് എന്താ പറയുക, ഇനിയിപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ആൻഡ് ദെൻ ഫ്രീ ആണ്, കുറേ ടൈമുണ്ട്. എനിക്കാണെങ്കിൽ ഇതിട്ടിട്ട് ചൂടെടുക്കുന്നു. Good morning, ladies and gentlemen. This is the last and final boarding announcement for the passengers traveling on EK531 to Dubai. We request all passengers to proceed for boarding through gate number 4. Thank you for visiting Axelon. Have a pleasant flight. ഓക്കെ, ഇത് ഞാൻ വിചാരിച്ച് തണുപ്പായിരിക്കും. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ടവലില്ലേ ബാത്റൂമിൽ, അതിനെക്കാട്ടിയും കട്ടിയുണ്ട്. ഇതും മുണ്ടും ഭയങ്കര തിക്നെസ് കാരണം നല്ല ചൂടെടുക്കുന്നത്. ഞാനാണെങ്കിൽ ഇങ്ങനെ അല്ല കേട്ടോ, ഞാൻ ചൂടെടുത്തിട്ടിട്ടാണ്. ഇത് തവാഫ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഇത് ഇണക്കിടുന്നത്. അപ്പം ഇപ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ ഇട്ടേക്കാം, കാരണം ചൂടെടുത്തിട്ടാണ് ഇങ്ങനെ ഇട്ടേക്കുന്ന. മസിലൊന്നും കാണിച്ച് നിൽക്കുന്നതല്ല കേട്ടോ. അത് കണക്ക് ഞാൻ വാച്ചൊക്കെ ഇട്ടേക്കുന്നത് ഞാൻ ഊരി മാറ്റും. കാരണം സൗദിയിലെത്തി നമ്മൾ ഹോട്ടലിൽ പോയി പെട്ടിയെല്ലാം വെച്ചിട്ടാണ് ഉംറയ്ക്ക് പോകുന്നത്. അപ്പം അതുകൊണ്ട് അവിടുത്തെ അന്നേരത്തെ വാച്ചും റിങ്ങും എല്ലാം ഊരി വയ്ക്കും. അതുവരെ ഇട്ടുന്നേ ഉള്ളൂ. അപ്പം ലെറ്റ്സ് സീ വാട്ട് വി ഹാവ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. സോ വി ഹാവ് ഹാഷ് ബ്രൗൺ, എഗ്, സോസേജ്. എന്ത് സോസേജ് അത്? ചിക്കൻ സോസേജ്, വാട്ടർമെലൺ. ഇത്രയേ ഉള്ളൂ, വേറൊന്നും ഇല്ലേ? ആൻഡ് ദെൻ വാട്ടർമെലൺ ജ്യൂസ് ആൻഡ് ലൈം ജ്യൂസ്. ഷുഗർ ഉണ്ടോ അതിനകത്ത്? ലൈം ജ്യൂസ് ഉണ്ടോ? ഓക്കെ, അത് ഷുഗറുണ്ട്. വാട്ടർമെലൺ ഉണ്ടോ നോക്കാം. വാട്ടർമെലൺ പ്ലെയിൻ ആണെന്ന് തോന്നുന്നു കേട്ടോ. വാട്ടർമെലൺ പ്ലെയിൻ ആണെന്ന് തോന്നുന്നു. മധുരം ഇല്ലെന്നല്ല, ഷുഗർ ആഡ് ചെയ്തിട്ടില്ല. ഓക്കെ, ഇത് കഴിഞ്ഞിനി മോസ്റ്റ് ലൈക്ലി ഒരു സെറ്റും കൂടി എടുക്കേണ്ടി വരും. നല്ല വിഷമുണ്ട്. അവിടെ പോയി റൈറ്റിലോട്ട് പോയുണ്ട്. ഇതെന്നെ ഓർമ്മ. സോസേജ് ഭയങ്കര ഡ്രൈ ആണ്. കുഴപ്പമില്ല ഫുഡ്. സോസേജ് ഭയങ്കര കട്ടിയാണല്ലോ. സോസേജേ ഭയങ്കര കട്ടി തന്നെ.
أهلا وسهلا قولا ولحنا منا لكم كل احترام أنتم بنيتم أنتم زرعتم في همة حب الأنام. Please ensure all aisles, exits, and bulkhead areas are clear. For safety reasons, any portable electronic devices such as mobile phones, tablets, and laptops should be in flight mode, and the use of wireless devices and remotely controlled devices is strictly prohibited throughout the flight. To use any other portable electronic devices, please inform one of the flight attendants. If your electronic device dropped into the seat, do not move the seat and inform the flight attendant immediately. بسعيكم نحو السلام كانت ഓക്കെ, അപ്പം ലഞ്ച് കഴിച്ചു കഴിഞ്ഞു. ലഞ്ച് എല്ലാവർക്കും കൊടുത്തപ്പം ഞാൻ കഴിച്ചില്ല. കാരണം എയർപോർട്ടിൽ വന്നിട്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അപ്പോഴത്തേക്ക് കുറച്ച് ലേറ്റായി. എന്നാലും അത്ര വിശപ്പില്ലായിരുന്നു. ഞാൻ പിന്നെ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് ഒരു പ്രോട്ടീൻ ഷേക്കെല്ലാം കുടിച്ചിട്ടായിരുന്നു ഞാൻ ഇറങ്ങിയത്. അങ്ങനെ പിന്നെ ഫ്ലൈറ്റിൽ എല്ലാവർക്കും ഫുഡ് കൊടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു എനിക്ക് പിന്നെ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഉറങ്ങി. അങ്ങനെ ചെറിയൊരു ഉറക്കം, ഒരു 1 hour ഞാൻ ഉറങ്ങി. 11:45 ആയപ്പോഴേ അവർ ലഞ്ച് വേണമെന്ന് വന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഇപ്പോൾ വേണ്ട പിന്നെ മതി എന്ന് പറഞ്ഞു. ഞാൻ ഉറങ്ങുന്ന കണ്ടിട്ട് അവർ ചോദിച്ചു ഇപ്പോൾ വേണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട പിന്നെ മതി എന്ന് പറഞ്ഞു. എന്നിട്ട് നോക്കിയപ്പം എല്ലാവർക്കും ഫുഡ് കൊടുത്തത് തന്നെ 12:45. എന്നാൽ പിന്നെ ഞാൻ കഴിക്കാമായിരുന്നു. പിന്നെ ഞാൻ കുറച്ചും കൂടെ ഉറങ്ങി. ഒരു 1:30 ആയപ്പോഴത്തേക്ക്, എത്ര മണിയായി, 1:50 ആയി. ഒരു 1:30 ആയപ്പോഴത്തേക്ക് ഞാൻ പിന്നെ കഴിച്ചു. ആൻഡ് ദെൻ എന്താ പറയുക, വയറ് അത്ര ഓക്കെയൊന്നുമല്ല. മേ ബി എനിക്ക് തോന്നുന്നു എല്ലാം കൂടെ കഴിച്ചിട്ടായിരിക്കും. എന്നാലും കുഴപ്പമില്ല. ഞാൻ ഷുഗർ കഴിച്ചില്ല. സാധാരണ ഞാൻ ഡയറ്റിംഗ് ആണെങ്കിലും ചിലപ്പം ഫ്ലൈറ്റിൽ കയറുമ്പം ഡെസേർട്ട്സോ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോയി കഴിക്കുന്നത്. എത്തവണ ഞാൻ ഒന്നും കഴിച്ചില്ല. ഭയങ്കര ക്ലീനായിട്ട് തന്നെ നിർത്തി. പിന്നെ മക്കത്തേക്ക് പോകുന്നതായതുകൊണ്ട് ഇനഫ് സ്റ്റെപ്സ് കിട്ടിക്കോളും. കാരണം കുറേ നടക്കാനുണ്ടല്ലോ. പിന്നെ ഉംറയും കൂടെ ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് സ്റ്റെപ്സ് കാണും. അപ്പം ഇതുവരെ ഉള്ള ഉംറയുടെ സ്റ്റെപ്സ് ഞാൻ ചെയ്തത് ഞാൻ പറയാം. ഞാൻ കൊല്ലത്താണല്ലോ വീട്. അപ്പോൾ കൊല്ലത്തുനിന്ന് ഫ്ലാറ്റിൽ വന്നു, കൊച്ചിയിലെ ഫ്ലാറ്റിൽ വന്നു, അവിടെ കിടന്നു. എന്നിട്ട് ഇന്ന് രാവിലെ 11:30 ഫ്ലൈറ്റ്. അപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ ഈ ഡ്രസ്സ് ഇട്ടു. കാരണം എനിക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റാണ്, സൗദി അറേബ്യ എയർലൈൻസാണ്. ഡയറക്റ്റ് ജിദ്ദയിൽ കൊണ്ടിറക്കും. അപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ ഡ്രസ്സ് ഇട്ടു. എന്നിട്ട് എയർപോർട്ടിൽ വന്നു. എയർപോർട്ടിൽ വന്ന് ചെക്കിനെല്ലാം കഴിഞ്ഞു, സെക്യൂരിറ്റി ഇമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞിട്ട് ആൻഡ് ദെൻ നമുക്ക് ലോഞ്ച് എക്സസ് ഉണ്ടായിരുന്നു. അപ്പോൾ ലോഞ്ചിൽ വന്ന് അതിന് ശേഷമായിരുന്നു എന്താ പറയുക, ഒതുവൊക്കെ എടുത്ത് ഫ്രഷായിട്ട് യാത്രയ്ക്ക് മുന്നേ ഉള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം. അത് കഴിഞ്ഞിട്ട് ഉംറയ്ക്ക് വേണ്ടിയുള്ളൊരു സുന്നത്ത് നിസ്കാരമുണ്ട്, അതും ചെയ്തു. ഓൾസോ ഇഹ്റാം ചെയ്ത് കഴിഞ്ഞല്ലേ, അപ്പം ഉടുപ്പൊക്കെ ഇട്ടാണല്ലോ, അപ്പം ഉംറയിലേക്ക് പ്രവേശിക്കുന്നു എന്ന് പറഞ്ഞാൽ നിയ്യത്ത് വയ്ക്കാനുണ്ട്. അപ്പോൾ അതും ചെയ്തു. അപ്പം ഇനിയാണ് ആ നിയ്യത്ത് വെച്ച് കഴിഞ്ഞ ശേഷമാണ് എന്താ പറയുക, നമുക്ക് എനിക്ക് താടി മുടിയൊന്ന് ചെയ്തുകൂടാ, അതെനിക്ക് നഖം ഇളക്കിക്കൂടാ, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം മാക്സിമം എവിടെയും തൊടാതെ ചൊറിയാതെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ എന്താ പറയുക, നമുക്ക് സെൻറ്റൊന്നും യൂസ് ചെയ്യില്ല, മണമുള്ളതൊന്നും ഉപയോഗിച്ചുവിടാം, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം അതെല്ലാം അവോയ്ഡ് ചെയ്തൊക്കെയാണ്. ഇന്നിനി എന്താ പറയുക, ഫ്ലൈറ്റിനകത്ത് 6.5 hours ആണ് ടോട്ടൽ ഫ്ലൈയിങ് ടൈം. ഡയറക്റ്റ് ഫ്ലൈറ്റാണ്. അപ്പോൾ എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു എവിടെയെങ്കിലും ലേ ഓവർ കഴിഞ്ഞിട്ട് പോകാൻ. 2 ഫ്ലൈറ്റായിട്ട് ലേ ഓവർ കഴിഞ്ഞ് പോകാൻ താല്പര്യമില്ല. കാരണം ഞാൻ ഹാൻഡ് ബാഗ് എനിക്കെപ്പോഴും കയ്യിലെടുക്കുന്ന ബാക്ക് പാക്കിനകത്ത് എനിക്കെപ്പോഴും കുറച്ച് ഐറ്റംസാണ് ഇഷ്ടം. ചിലപ്പം ഞാൻ ഒരു പെയർ ഷൂസും ലാപ്ടോപ്പും ഇതാണ് ഞാൻ എപ്പോഴും വെക്കാറ്, വേറൊന്നും ഞാൻ വെക്കാറില്ല. മേ ബി എൻ്റെ ചാർജിങ് കേബിളോ എനിക്ക് ക്യാമറയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ബാക്ക് പാക്കിൽ വെക്കുന്നത്. അപ്പം ലേ ഓവർ ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, വീട്ടിൽ നിന്ന് നോർമൽ ഡ്രസ്സ് ഇട്ട് വന്നിട്ട്
ഏത് എയർപോർട്ടിലാണോ ലേ ഓവർ അവിടെ എത്തിയിട്ട് ആ ഡ്രസ്സ് ഊരി ബാഗിൽ വെച്ച് എഹ്റാം ഡ്രസ്സൊക്കെ എടുത്ത് തരണം. അപ്പോൾ എനിക്കത് ബുദ്ധിമുട്ടൊന്നുമല്ല, എന്നാലും കമ്പയർഡ് ടു വീട്ടിൽ നിന്ന് തന്നെ ഇട്ടുകൊണ്ട് പോകുന്നതായിട്ട് വെച്ച് നോക്കിയാൽ അതല്ലേ എളുപ്പം. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ തന്നെ ചെയ്തിട്ട് ഡയറക്റ്റ് ഫ്ലൈറ്റ് അങ്ങ് എടുത്തത്. അതാകുമ്പോൾ എളുപ്പമുണ്ട്, ഉടുപ്പിട്ട് ഇങ്ങനെ തന്നെ പോവാം. ഇനി നമുക്ക് ഇൻഷാ അല്ലാഹ് അവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് എങ്ങോട്ടാണ്, നേരെ ഹോട്ടലിലേക്ക് പോകണം. ഹോട്ടലിൽ പോയി കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് വേണം പിന്നെ ഉംറയ്ക്ക് പോകാനായിട്ട്. നമ്മൾ നോവോട്ടിൽ എന്ന് പറഞ്ഞൊരു ഹോട്ടലിലാണ് ഇപ്പം ചെക്ക് ഇൻ ചെയ്തത്. കുഴപ്പമില്ല, ഞാനിവിടെ ഒരു സ്വീറ്റ് എടുത്തു. അപ്പം അവർ 2 റൂംസ് കൺവേർട്ട് ചെയ്ത് ഒരു റൂം ലിവിങ് റൂമാക്കി. ഞാൻ കാണിച്ചു തരാം. ഇതാണ് 21025 ആൻഡ് ദെൻ വി ഹാവ് 21026. എന്നിട്ട് ഇവിടെ മെയിൻ ഡോറിൽ നിന്ന് കയറാൻ നേരത്താ നമുക്ക് 2ൻ്റെ ആക്സസ് കിട്ടും. സോ ഇതവർ ബെഡ്റൂമായിരുന്നു, അതുകൊണ്ടാണ് ഇവിടെ ഒരു ബാത്റൂം ഉള്ളത്. സോ ഇവിടെ നിന്നുള്ള ഈ ബെഡ്റൂം ഇവരത് ലിവിങ് റൂമായിട്ട് കൺവേർട്ട് ചെയ്തു. അപ്പോൾ അതുകൊണ്ടാണ് ഇതാ ഇവിടെ ആ സെയിം ബെഡ്റൂം ഡോറിലെ കബോർഡും അല്ലാണ്ട് ഡൈനിങ് ടേബിളൊക്കെ വെച്ച് TV, അത്യാവശ്യം വലിയ ലിവിങ് സ്പേസാണ്. നമുക്ക് ജോലി ചെയ്യാനും സ്ഥലമുണ്ട്. ആൻഡ് ദെൻ ലെറ്റ്സ് ഗോ ടു ബെഡ്റൂം. ഇതാണ് ബെഡ്റൂമിലുള്ള ബാത്റൂം, which is same as the other side. And then coming to bedroom. We have a sofa here, and then bed. There is a working space and then another sofa here. There is a working space under. And then most important stuff, we have a weighing machine here. ഓക്കെ, അപ്പോൾ ഇവിടെ ടാക്സി ഒരു അറബി ടാക്സിനെ വിളിച്ചു. സാറിന് എല്ലാവരും മലയാളികളെ വിളിക്കുന്ന, നമ്മളൊരു അറബി ടാക്സിനെ വിളിച്ചു. പുള്ളിക്കാരൻ ചാർജ് ചെയ്തത് ഇത്തിരി കൂടുതലായിരുന്നു. എത്രയായിരുന്നു? 350 സൗദി അറേബ്യൻ റിയാൽ. നല്ല കൂടുതലാണ്. ബാക്കി മലയാളീസെല്ലാം ഇല്ലീഗലായിട്ട് അവിടെ ഓടുന്നതെന്ന് ഞാൻ കേട്ടത്. മലയാളീസിന് പെർമിഷൻ ഇല്ലെന്ന് എന്തോ കേട്ടു ടാക്സി ഓടിക്കാനായിട്ട്. അതായത് എയർപോർട്ടിൽ വന്ന് മക്കത്തോട്ട് കൊണ്ടുവരാനുള്ള പെർമിഷൻ ഇല്ല, അങ്ങനെ കേട്ട് എനിക്കറിയില്ല. അപ്പം അങ്ങനെ ഒരു അറബീനെ വിളിച്ചു. പുള്ളി ഒന്ന് GMC ആണ് വലിയ വണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കുറേ ബെട്ടിയൊക്കെ ഉണ്ടായിരുന്നു. കൊണ്ടുവയ്ക്കാനോട്ട് വന്നപ്പോൾ പഴയ കാലത്തൊരു GMC ഏത് വർഷമാണെന്നും കൂടി ചോദിക്കാനുള്ളതായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, നല്ല വണ്ടിയാണ്, നല്ല കംഫർട്ടബിൾ പഴയതായിട്ടും. അങ്ങനെ അതിനകത്ത് കയറി ഇവിടെ വന്ന് വെച്ച് തിരിച്ച് പോയപ്പോഴത്തേക്കാണ് അറിഞ്ഞത് വാപ്പാട് ഒരു പെട്ടി മിസ്സിങ്. അങ്ങനെ ഫോൺ റിങ് ചെയ്യുന്നു. അപ്പോൾ ആ പെട്ടി ആ ടാക്സിക്കാരൻ തിരിച്ചു കൊണ്ടുവന്നെന്ന് തോന്നുന്നു. അതിന് ഇനിയിപ്പോൾ അത് കളക്ട് ചെയ്യണം. മൂന്ന് വാപ്പാടാണ്. ഇതിനകത്ത് ക്യാമറയാണോ? ഇത് കൊള്ളാം, നല്ല ക്യാമറ, എളുപ്പമുണ്ട് എടുക്കാൻ. അത്ര വലിപ്പമില്ല, പോക്കറ്റിൽ കയറുകയും ചെയ്യും. സത്യം.
അല്ലാതെ മറ്റേ ഈ സാധനം മാത്രമല്ല, ക്യാമറ ഉൾപ്പെടെ. അതെ, ഇത് ക്യാമറയാ, ഇത്തിരി പോലുള്ള സാധനം. എത്രയാണ് ഇതിന്? ഞാൻ ദുബായിൽ നിന്ന് വാങ്ങിച്ച് 650 പൗണ്ട് കണ്ട. 65,000 പക്ഷെ കുഴപ്പമില്ല, ഉറങ്ങി സുഖമായിട്ട്. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം വന്നപ്പോഴേ മറ്റേ അല്ല ഹജ്ജിനെല്ലാം പോയിട്ട് വന്നപ്പോഴേ ഒന്നുറങ്ങും, പിന്നെ കാണുന്ന 5 മണിക്കൂർ, ഒന്നുറങ്ങും, പിന്നെ കാണുന്ന 3.5 മണിക്കൂർ, തീരത്തേ ഇല്ല. അയ്യോ, സമയം രാത്രിയല്ല, രാവിലെയായി. 4 മണിയായി. ഞങ്ങളൊരു 2:30 ആയപ്പോഴത്തേക്ക് ഉംറ എല്ലാം കഴിഞ്ഞു റൂമെത്തി. എനിക്കാണെങ്കിൽ ഭയങ്കര വിശപ്പ്. ഞാൻ പിന്നെ ഫ്രഷായൊക്കെ കഴിഞ്ഞ് ഫുഡ് ഓർഡർ ചെയ്തു. ഫുഡ് 2:45 ഓർഡർ ചെയ്തതാണ്. 3:30 എത്തുമെന്ന് പറഞ്ഞിട്ട് ഇപ്പം 4 മണിക്ക് എത്തിയത്. ഞാൻ വെളിയിൽ പോയി നിൽക്കുകയായിരുന്നു രാത്രി. ഞാൻ നല്ല വിശപ്പ്. അങ്ങനെ ഒരു ഷവർമ അല്ല, ഒരു റാപ്പാണ്, ചിക്കനും സംതിങ്ങൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം ഒന്ന് വെറ്റാക്കാനായിട്ടൊരു ഗാർലിക് സോസും പിന്നെ ഒരു ജ്യൂസും ഓർഡർ ചെയ്ത്. ജ്യൂസിന് എന്തോ ഒരു പേര് പറഞ്ഞു, ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഷുഗറില്ലാന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പം എഹ്റാമെല്ലാം കെട്ടി ഉംറ എല്ലാം കഴിഞ്ഞു. പാടായിരുന്നു എന്ന് വെച്ചാൽ കുറച്ച് പാടായിരുന്നു. ഞാൻ ത്രൂ ഔട്ട് ഒരു 4-4.5 മണിക്കൂർ എടുത്തു എല്ലാം ഫിനിഷ് ആവാനായിട്ട്. കംപ്ലീറ്റായിട്ട് മോള് കൈ തന്നെയായിരുന്നു. പിന്നെ കാലിങ്ങനെ നടന്ന് കാലിലെ മസിലൊക്കെ പമ്പായിട്ട് തൈ ഇങ്ങനെ തമ്മിൽ തട്ടി നല്ലപോലെ മുറിഞ്ഞിട്ടില്ല, എന്നാലും എന്താ പറയുക, ഒരു സ്കാറ് പോലെ വന്നു. നല്ല പെയിനുണ്ട്. പിന്നെ ഫീറ്റൊക്കെ ഒരു പെയിൻ. എല്ലാ ദിവസവും ജിമ്മിൽ നടക്കുന്ന, എന്നാലും ഐ ഗസ് ജിമ്മിൽ നടക്കുന്ന കുറവാന്ന് തോന്നുന്നു, അതുകൊണ്ടായിരിക്കും. അങ്ങനെ അത് കഴിഞ്ഞു. ഇനി കഴിച്ചും കഴിഞ്ഞ് 4 മണിയായി. അതാണ് പ്രശ്നം. ഇനി കിടന്നു കഴിഞ്ഞ് രാവിലെ 10:30 വരെ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളൂ. 10:30 കഴിഞ്ഞാൽ പിന്നെ കിട്ടും, പൈസ കൊടുക്കണം. കാരണം ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആണ്, അതിനും കൂടി പേയ്മെൻറ്റ് കൊടുത്തേ. അപ്പോൾ അത് വേസ്റ്റ് ആക്കാൻ പറ്റില്ലല്ലോ, രാവിലെ കഴിക്കണം. ഇനി ഇപ്പോൾ 4 മണിക്ക് ഇനി കഴിച്ച് കിടന്നു കഴിഞ്ഞ് രാവിലെ 10:30 മുന്നേ ബ്രേക്ക്ഫാസ്റ്റും കഴിക്കണം. പിന്നെ കുറച്ച് പണിയുണ്ട്, വർക്ക് ഒരുപാട് ബാക്കി കിടപ്പുണ്ട്. ഇപ്പോൾ ഉംറയ്ക്ക് വേണ്ടി എല്ലാം മാറ്റി വെച്ചിരുന്നതാണ്. ഇപ്പോൾ അൽഹംദുലില്ലാഹ് അത് കഴിഞ്ഞു. ഇനി ബാക്കി കുറച്ച് വർക്ക്, ഒരുപാട് മെസ്സേജസ് അതും ഇതും റിപ്ലൈസ് കൊടുക്കാൻ, ഇമെയിൽസ് കുറേ ക്യാച്ചപ്പ് ചെയ്യാനുണ്ട്. ഇനി അതെല്ലാം കൊടുക്കണം. ഇപ്പം ഞാൻ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. കഴിച്ച് കഴിഞ്ഞ് നേരെ കിടന്നുകൂടാം, ലേറ്റായി കഴിച്ചുകൂടാം, എന്നാലും ഞാനതെല്ലാം ചെയ്യുന്നു. സോ ഞാൻ എല്ലാം ഹെൽത്തി, എല്ലാം അടിപൊളിയായിട്ടൊന്നുമല്ല ചെയ്യുന്നത്. ഞാനും ഇങ്ങനെ തെറ്റിക്കാറൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ ചീറ്റത്തല്ല കേട്ടോ, നല്ല ഫുഡാണ് വാങ്ങിച്ചത്, ക്ലീനായിട്ടുള്ള ഫുഡാണ് വാങ്ങിച്ചത്. അപ്പം രാവിലെ എഴുന്നേറ്റിനി ഞാൻ ഉണർന്നിരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് വിശക്കും. ഞാൻ മാത്രമല്ല, ഐ ഗസ് എവരിവൺ അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ കഴിക്കുന്നത്. ഒരുപാട് നടന്നതല്ല, അപ്പോൾ നല്ല വിശപ്പായി. അപ്പോൾ കഴിച്ച് കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് കിടന്ന് നാളത്തെ പരിപാടി ഒന്നും ചെയ്തിട്ടില്ല. എന്താ ചെയ്യുന്നതെന്നൊരു ഐഡിയ ഇല്ല. മോസ്റ്റ് ലൈക്ലി ഇവിടെ തന്നെ ഇരിക്കുകയായിരിക്കും. ഇരുന്ന് കുറച്ച് വർക്കൊക്കെ തീർക്കും. പിന്നെ മറ്റന്നാൾ തൊട്ടായിരിക്കും പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി തുടങ്ങുന്നത്. പിന്നെ എനിക്കൊരു ഇൻവെസ്റ്റർ മീറ്റിംഗ് ഉണ്ട് ഇവിടെ വെച്ച് തന്നെ, മക്കയിൽ വെച്ച്. അതും കഴിഞ്ഞ് വേറെ പ്ലാൻസ് ഒന്നുമില്ല, ബിസിനസ് റിലേറ്റഡ് ഇവിടെ വേറെ ഒന്നുമില്ല. ചിലപ്പം ഉറപ്പില്ല, ചിലപ്പം മാത്രം ജിദ്ദയിലും റിയാദിലും കുറച്ച് നമ്മൾ റിയൽ എസ്റ്റേറ്റിന് ഒരു പരിപാടി നോക്കുന്നുണ്ട്. അപ്പം അതൊന്ന് പോകണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ വണ്ടി റെൻറ്റിനെടുക്കാൻ വേണോ വേണ്ടയോ എന്നിങ്ങനെ ആലോചിച്ചിരിക്കുക. കാരണം വലിയ ആവശ്യമില്ല. ദുബായിലാണെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ പോകാനൊക്കെ ആവശ്യമുണ്ട്. ഇവിടെ പിന്നെ വലിയ ആവശ്യമില്ലാത്ത കാരണമാണ് എടുക്കാൻ മടിയാവുന്നത്. അപ്പം ലെറ്റ്സ് സീ. അല്ലാന്നുണ്ടെങ്കിൽ ടാക്സിയൊക്കെ ഈസി ആയിട്ട് കിട്ടുന്നെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു ഇൻഷാ അല്ലാഹ്. അപ്പം ഐ വിൽ സീ യു ഫോർ ദ പാർട്ട് 2 ഓഫ് മക്ക വ്ളോഗ്.